കോഴികളാണോ കോഴിക്കോട് എന്ന പേരിന് കാരണം? ആൽമരങ്ങളാണോ ആലപ്പുഴ എന്ന പേരിന് കാരണം? ചിലപ്പോൾ ആയിരിക്കാം, ആർക്കറിയാം. സംഗതി ചിന്തിക്കാൻ രസമാണ്. സ്ഥലനാമങ്ങളും അവയുടെ പേര് വന്ന വഴിയും സംസാരിച്ചാൽ തീരാത്ത വിഷയം തന്നെയാണ്. മലയാള മണ്ണിലെ ഓരോ തരി മണ്ണിനും ഓരോ കഥ പറയാനുണ്ട്. ആ കഥകളുടെ ആദ്യ താളുകളാണ് നമ്മുടെ സ്ഥലനാമങ്ങൾ. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾക്കും അവയുടെ പേരുകൾക്കും വ്യത്യസ്ത കഥകൾ പറയാനുണ്ട്. ഇവ കേവലം ഐതിഹ്യങ്ങളല്ല, മറിച്ച് ഈ നാടിന്റെ ഭൂപ്രകൃതിയും ആചാരങ്ങളും വിദേശ വാണിജ്യ ബന്ധങ്ങളും ഭാഷാപരമായ പ്രത്യേകതകളും കൂട്ടിയിണക്കിയ ചരിത്രരേഖകളാണ്. ചില ജില്ലകളുടെ പേര് കായലുകളോടും പുഴകളോടും ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ മറ്റു ചിലത് പുരാതന കോട്ടകളോടും ക്ഷേത്രങ്ങളോടും ചേർന്ന് നിൽക്കുന്നു. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഓരോ ജില്ലയുടെയും പേരിന് പിന്നിലെ രസകരമായ ചരിത്ര വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം എന്ന വാക്കുണ്ടായതിന് പിന്നിൽ കേരമാണെന്ന് നമുക്കറിയാം. തെങ്ങുകൾ സമൃദ്ധമായി വളരുന്ന നാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന വാക്ക് രൂപം കൊണ്ടത്. എന്നാൽ ചേര രാജാക്കന്മാർ ഈ പ്രദേശം ഭരിച്ചിരുന്നത് കൊണ്ട് ചേരളം എന്ന പദത്തിൽ സംസ്കൃത സ്വാധീനം മൂലം ച ക ആയി കേരളമായി മാറിയെന്ന് മറ്റൊരു വാദവുമുണ്ട്. പുരാതന കന്നഡ പദമായ കേര എന്നാൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ കേരളമായി എന്നും ചിലർ വാദിക്കുന്നുണ്ട്. നമ്മുടെ 14 ജില്ലകളുടെ പേരിലും അവ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കൗതുകങ്ങളുണ്ട്. ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയ ഒരു പേരാണ് കോഴിക്കോട്. സാമൂതിരിക്ക് ഈ പ്രദേശം ലഭിച്ചപ്പോൾ പ്രദേശം വിസ്തൃതിയിൽ വളരെ കുറവായിരുന്നു. സാമൂതിരി തന്റെ രാജ്യത്തിന്റെ അതിർത്തി നിശ്ചയിക്കാൻ ഒരു പരീക്ഷണം നടത്തി. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു കോഴി കൂവിയാൽ കേൾക്കാവുന്ന അത്രയും ദൂരം മാത്രമായിരുന്നു ഇതെന്ന് അദ്ദേഹം പരീക്ഷണത്തിന് ശേഷം അവകാശപ്പെട്ടു. കോഴി കൂവുന്ന ദൂരത്തുള്ള കോട്ട എന്ന സങ്കല്പത്തിൽ നിന്ന് കോഴിക്കോടായി. സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റും ഉയർന്ന മതിൽക്കെട്ടുകൾ അഥവാ കോട്ടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിയും കോട്ടയും ചേർന്ന് കോഴിക്കോടായി രൂപാന്തരം കൊണ്ടു. സാമൂതിരിയുടെ കൊട്ടാരത്തെയും കോട്ടയെയും ഉദ്ദേശിച്ചാണ് കോഴിക്കോട് എന്ന പദമെന്നും മറ്റൊരു വാദം കൂടിയുണ്ട്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നർത്ഥമുണ്ട്. സാമൂതിരിയുടെ കൊട്ടാരവും ചുറ്റുമുള്ള കോട്ടയും ചേർന്ന് കോയിൽ കോട്ട എന്നായെന്നും കാലക്രമേണ കോഴിക്കോടായി ഇത് മാറിയെന്നുമാണ് ഈ വാദം. അതുപോലെ കേരളത്തിലെ മറ്റു ജില്ലകളുടെ പേരുകളിലും ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ കാണാം. അവ യഥാക്രമം തെക്ക് നിന്ന് വടക്കോട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരമാകട്ടെ. ഈ പേര് വന്നതിന് ഏറെക്കുറെ ലളിതവും വ്യക്തവുമായ ഒരു വിശദീകരണമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പദം ഉണ്ടായത്. ഈ പദത്തെ മൂന്നായി തിരിക്കാം. തിരു എന്നാൽ ബഹുമാന സൂചകമായും, അനന്ത എന്നാൽ മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ എന്ന പാമ്പായും, പുരം എന്നാൽ നഗരമായും നമുക്ക് കാണാം. അങ്ങനെ അനന്തശായിയായ ഭഗവാന്റെ നഗരം എന്നാണ് തിരുവനന്തപുരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. കൊല്ലം എന്നാൽ സംസ്കൃതത്തിൽ കപ്പൽ എന്നാണ് അർത്ഥം. പുരാതന കാലം മുതൽക്കേ ചൈനക്കാരും അറബികളും റോമക്കാരുമൊക്കെ വലിയ കപ്പലുകളിൽ വ്യാപാരത്തിനായി എത്തിച്ചേർന്ന ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു ഇത്. കപ്പലുകൾ ധാരാളമായി വരുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ആവാം കൊല്ലം ഉണ്ടായത്. എന്നാൽ പുരാതന അറബി സഞ്ചാരികൾ കുരുമുളകിനെ കൗലി എന്നും അത് കിട്ടുന്ന സ്ഥലത്തെ കൗലം എന്നും വിളിച്ചിരുന്നു എന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൊല്ലം അന്ന് കുരുമുളകിന്റെ വലിയൊരു വിപണിയായിരുന്നു. അങ്ങനെ കുരുമുളകിന്റെ നാട് എന്ന അർത്ഥത്തിൽ കൊല്ലമായി എന്നും വേണമെങ്കിൽ പറയാം. കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ചത് AD 825 കൊല്ലം നഗരത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന പ്രസിദ്ധമായ പഴഞ്ചൊല്ലും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ നഗരം പണ്ടേ ഐശ്വര്യ സമൃദ്ധമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. മൊത്തത്തിൽ കൊല്ലത്തിന്റെ വ്യാഖ്യാനം കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോ കഴിഞ്ഞതിനു ശേഷം കമന്റായി രേഖപ്പെടുത്തണം. പത്തനംതിട്ടയും ഏറെക്കുറെ ലളിതമായ വ്യാഖ്യാനമാണ്. പത്തനം എന്നാൽ നദീതീര നഗരമെന്നും പട്ടണം എന്നുമാണ് അർത്ഥം. തിട്ട എന്നാൽ ഉയരം കൂടിയ പ്രദേശം ആയതിനാൽ ഉയർന്ന പ്രദേശത്തുള്ള നഗരമെന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. അച്ഛൻ കോവിലാറിന്റെ തീരത്തുള്ള ഉയർന്ന പ്രദേശം തന്നെയാണല്ലോ പത്തനംതിട്ട. ഇനി ആലപ്പുഴയോ? അത് ആലം എന്ന പദവും പുഴ എന്ന പദവും ചേർന്നുണ്ടായതാണ്. ആലം എന്നാൽ പഴയ മലയാളത്തിൽ കടൽ, പിന്നെ പുഴ, അത് പുഴ തന്നെ, അല്ലെങ്കിൽ ജലാശയം എന്നും എടുക്കാം. കടലും പുഴകളും തമ്മിൽ ചേരുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ ആലപ്പുഴ എന്ന പേര് വന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രവും നമുക്കറിയാമല്ലോ. കിഴക്ക് വശത്ത് വേമ്പനാട്ട് കായലും വടക്ക് അറബിക്കടലും ഇവയെ ബന്ധിപ്പിക്കുന്ന നിരവധി പുഴകളും തോടുകളും. അങ്ങനെ മൊത്തത്തിൽ ആലപ്പുഴ. രസകരമായ മറ്റൊരു വ്യാഖ്യാനം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് വയ്ക്കട്ടെ. ആൽമരത്തിന്റെ ഇലയുടെ ആകൃതിയോട് ആലപ്പുഴയുടെ ഭൂപടത്തിന് നേരിയ സാമ്യമുണ്ട്. അതുകൊണ്ട് ആലില പോലെ കിടക്കുന്ന പുഴയോരം ആലപ്പുഴയായി എന്നും, ആലപ്പുഴയുടെ മണ്ണിന് അത്ര കണ്ട് ഉറപ്പില്ലാത്തതിനാൽ ഇത് ആലില പോലെ വിറയ്ക്കുന്നുവെന്നും, അതിനാൽ
ആലില പോൽ വിറയ്ക്കുന്ന പുഴയോരം ആലപ്പുഴയായി എന്നും ചില കഥകളുണ്ട്. ഇത് ആലപ്പുഴക്കാർക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല. ആലപ്പുഴക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യും. ആലിലയുടെ കഥ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും സംഗതി കേൾക്കുമ്പോൾ രസമുണ്ട്. ഇനി കോട്ടയം എന്ന പേരിൽ തന്നെ കോട്ട ഉള്ളതുകൊണ്ട് കോട്ടയ്ക്കകത്തെ പ്രദേശം തന്നെയാണ് കോട്ടയം. അതായത് കോട്ട പ്ലസ് അകം. ഇന്നത്തെ കോട്ടയം നഗരത്തിനടുത്തുള്ള തളിയിൽ കോട്ട എന്ന സ്ഥലത്ത് പണ്ട് തെക്കുംകൂർ രാജവംശത്തിന് ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. അങ്ങനെ ഈ കോട്ടയ്ക്കകത്തുള്ള പ്രദേശം കോട്ടയകമായും പിന്നീട് കോട്ടയമായും മാറി. ഇനി നമ്മൾ ഇടുക്കി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കി എന്ന പേരിന്റെ ഉത്ഭവം ഇടുങ്ങിയ എന്ന വാക്കിൽ നിന്നുമാണ് എന്ന് കാണാം. പെരിയാർ നദി ഇടുക്കിയുടെ ജീവനാഡിയാണ്. പെരിയാർ നദി ഒഴുകുന്നത് രണ്ട് കൂറ്റൻ മലകൾക്കിടയിലൂടെയുള്ള വളരെ ഇടുങ്ങിയ പാതയിലൂടെയാണ്. കുറവൻ മല, കുറത്തിമല എന്നിവയാണ് അവ. ഈ രണ്ട് മലകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഗർത്തം, അതാണ് ഇടുക്കി. എറണാകുളം എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന് ഐതിഹ്യപരമായും മറ്റൊന്ന് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടു. പണ്ട് ഇവിടെ നാഗൻ എന്നൊരു ഋഷി വസിച്ചിരുന്നു. അദ്ദേഹം പൂജിച്ചിരുന്ന ശിവക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഒരു കുളവും ഇവിടെ ഉണ്ടായിരുന്നു. ഋഷി നാഗ കുളം കാലക്രമേണ എറണാകുളമായി മാറിയെന്ന് ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇറൈ എന്ന വാക്കിന് താഴ്ന്ന പ്രദേശം എന്നാണ് പഴയ തമിഴിൽ അർത്ഥം. കൂടാതെ എറണാകുളം എന്ന പ്രദേശം പണ്ട് ചെറിയ കായലുകളും കുളങ്ങളും ചതുപ്പുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഈ താഴ്ന്ന ജലാശയങ്ങളുടെ കൂട്ടത്തെ സൂചിപ്പിക്കാൻ ഇറയൻ കുളം എന്നും അത് എറണാകുളമായി എന്നുമാണ് ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനം. തൃശ്ശൂരിന് എല്ലാവർക്കും അറിയാവുന്ന വ്യാഖ്യാനമാണുള്ളത്. അത് വടക്കുനാഥ ക്ഷേത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം പോലെ ഏറ്റവും അർത്ഥവത്തായ മറ്റൊരു വ്യാഖ്യാനമുള്ളത് തൃശ്ശൂരിനാണ്. തിരു ശിവ പേരൂർ എന്ന 3 പദങ്ങൾ തന്നെയാണത്. പേരൂർ എന്നാൽ വലിയ നഗരം, ശ്രീ പരമേശ്വരന്റെ അഥവാ ശിവന്റെ വിശുദ്ധമായ വലിയ നഗരം. അതാണ് തിരുശിവ പേരൂർ അഥവാ തൃശ്ശൂർ. പാലക്കാടാവട്ടെ ഒരു കാലത്ത് പാലമരങ്ങൾ സമൃദ്ധമായി വളർന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതിനാൽ പാലമരങ്ങൾ നിറഞ്ഞ കാട് എന്ന അർത്ഥത്തിൽ പാലക്കാടായി മാറി. മറ്റൊരു വ്യാഖ്യാനം പാലൈ എന്ന പദത്തിൽ നിന്നുമാണ്. പാലൈ എന്നാൽ വരണ്ട പ്രദേശം. സഹ്യപർവ്വതത്തിലെ പാലക്കാടൻ ചുരം വഴി തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് വീശുന്നതിനാലും കേരളത്തിലെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ചൂട് കൂടുതലുള്ള പ്രദേശമായതിനാലും പാലൈ നിലം എന്ന വാക്കിൽ നിന്ന് പാലക്കാടായി മാറി. മലയാളത്തിലെ മല എന്ന പദത്തിനോട് പുറം അഥവാ മുകൾ ഭാഗം എന്ന് ചേർത്ത് മലപ്പുറമായി. ഈ നഗരത്തിന്റെ ഭൂപ്രകൃതി പരിശോധിച്ചാൽ ചെറിയ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ് ഇതെന്ന് കാണാം. പണ്ടുകാലത്ത് ഈ കുന്നിൻപുറങ്ങളിൽ ജനങ്ങൾ താമസിച്ചിരുന്നതിനാലാകാം മലപ്പുറം എന്ന പേര് ലഭിച്ചത്. വയനാട് വയലുകളുടെ നാട് വയനാടായി മാറിയതാണ്. ഈ സ്ഥലത്ത് ഒരുപാട് നെൽവയലുകൾ ഉണ്ടായിരുന്നു. സഹ്യപർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പീഠഭൂമിയിൽ വയലുകൾ കാണപ്പെടുന്നത് അപൂർവമായതിനാൽ ആ പ്രത്യേകത കൂടി ഉൾപ്പെടുത്തി വയനാട് എന്ന പേര് നൽകി. വനനിബിഡമായതിനാൽ വനനാട് വയനാടായി മാറി എന്നും പറയാറുണ്ട്. ഇതും നന്നായി ചേരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. കണ്ണൂർ എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കണ്ണന്റെ ഊര് കണ്ണൂരായി എന്നും കണ്വ മഹർഷി തപസ് ചെയ്തിരുന്നതിനാൽ കണ്വനൂർ പിന്നീട് കണ്ണൂരായി എന്നും പ്രബലമായ 2 വാദങ്ങളുണ്ട്. കണ്ണൂരിലെ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കണ്ണന്റെ ഊര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരാതന കാലത്ത് കണ്വ മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നു. അതിനാൽ കണ്വ മഹർഷിയുടെ ഊര് കണ്വനൂരായും പിന്നീട് കണ്ണൂരായും മാറിയതുമാവാം. അവസാനമായി നമുക്ക് കാസർഗോഡിന്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. കാസർഗോഡിന്റെ പേരിന് ചരിത്രകാരന്മാർക്കിടയിൽ 2 വാദമുണ്ട്. തുളു ഭാഷയിൽ കാസരക്കണ എന്നാൽ കാഞ്ഞിര മരം എന്നാണ് അർത്ഥം. ഈ പ്രദേശത്ത് പണ്ട് കാഞ്ഞിര മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ കാഞ്ഞിര മരങ്ങളുടെ നാട് കാസർഗോഡ് ആയതാവാം. കോഡ് എന്നാൽ നാട് എന്ന് തന്നെയാണ് അർത്ഥം. അടുത്ത വ്യാഖ്യാനം പണ്ട് ഈ പ്രദേശം കോസി റക്ക എന്ന രാജവംശം ഭരിച്ചിരുന്നു. ഇതിൽ നിന്ന് കാസർഗോഡായി എന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ ഓരോ ജില്ലയുടെയും പേര് ആ പ്രദേശത്തിന്റെ ആത്മാവിനെ തൊട്ടു നിൽക്കുന്നത് തന്നെയാണ്. ആലില പോൽ സുന്ദരിയായ ആലപ്പുഴയും പത്മനാഭന്റെ അനന്തപുരവും കോട്ടയ്ക്കകത്തെ അക്ഷരമുറ്റവും കണ്വ മഹർഷിയുടെ കണ്ണൂരും എല്ലാം ചേർന്നതാണ് നമ്മുടെ കേരളം. ഈ നാമവിശേഷങ്ങൾ പരതുമ്പോൾ നാം സഞ്ചരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിലൂടെ തന്നെയാണ്. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള രസകരമായ വ്യാഖ്യാനങ്ങൾ പങ്കുവയ്ക്കും. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.